ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം വെച്ചാൽ രാവിലെ ആയപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടി പോകുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കാനുണ്ട്. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മുറ്റത്ത് കിടന്ന ഡ്രസ്സൊക്കെ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഒരു കുഞ്ഞ് എൻ്റെ കയ്യിലും ഒരു കുഞ്ഞ് അനിയത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അത് കാരണം ഓട്ടോറിക്ഷ വെയിറ്റ് ആക്കാൻ വേണ്ടി അപ്പുറത്ത് കിടക്കുവാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ഇതേ അമ്മയുടെ കയ്യിലുണ്ട്. ആളിങ്ങനെ കണ്ണൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി കേട്ടോ. വ്ളോഗ് എടുക്കുന്ന സമയത്ത് ആൾ നല്ല പോലെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നോക്കണ്ട, നീ നേരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയത്തിയാണ് കേട്ടോ വ്ളോഗ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓട്ടോ തന്നെ വിളിച്ചത്. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് ഇവിടെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്, ഡിസ്പെൻസറിയിലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് നമുക്ക് അവർക്ക് ചീട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനിയത്തിയുടെ പേരിലാണ് കേട്ടോ രണ്ടുപേർക്കും ചീട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചീട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യൂ നിൽക്കുവാണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. പക്ഷേ വേറെ കുട്ടികളിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ടോക്കൺ നമ്മുടേതായിരുന്നു. പക്ഷേ കുഞ്ഞിന് ആദ്യം കൊടുക്കാനുള്ളത് മരുന്നായിരുന്നു കേട്ടോ. അത് കൊടുത്തപ്പോൾ ആൾ അധികം അനങ്ങാണ്ടൊക്കെ നിന്നു. പക്ഷേ ഇഞ്ചക്ഷനായിട്ട് 3 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കരച്ചിലായിരുന്നു ആൾ. എൻ്റെ വെയിറ്റും കൂടി നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും വെയിറ്റൊക്കെ നോക്കി. നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളെ പുറത്ത് അഴയിൽ വിരിച്ചിട്ടിട്ടായിരുന്നു വന്നത്. കുറച്ച് മാത്രം അകത്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മുഴുവനും അകത്തെടുത്താൽ മതിയായെന്ന് എനിക്ക് അപ്പം തോന്നി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വെയിറ്റൊക്കെ നോക്കി. കുഴപ്പമില്ല കേട്ടോ രണ്ടുപേർക്കും. ആളുടെ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ആളുടെയും കൂടി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടോക്കൺ വന്നപ്പോൾ രണ്ടാമത്തെ ആളുടെയും എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. കണ്ടിട്ട് നോക്കി ആള് മരുന്ന് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ വായിൽ ഉറ്റിച്ചെടുക്കുക മൊത്തം തുപ്പിക്കളയായിരുന്നു. സിസ്റ്ററും കുറച്ച് പണി പറ്റും കേട്ടോ ആളുടെ വയറ്റിലേക്കൊന്ന് കുറച്ച് മരുന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. തുപ്പിട്ട് വാങ്ങി അങ്ങനെ കുട്ടികളുടെ കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കും കാണിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനും കുറേ ദിവസമായിട്ട് പീരീഡ്സ് ആയിട്ട് മാറുന്നില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവുന്നതാണ്. PCODയുടെ പ്രശ്നമുള്ളത് കാരണം ബ്ലീഡിങ് അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കാണിക്കും. അങ്ങനെ ഞാനും കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോവാണ് കേട്ടോ. ഇടയ്ക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നല്ല പോലെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലവ് യു, ടേക്ക് കെയർ, ബൈ.